നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചതും ഇത്തരത്തിൽ ഒരു സമ്മേളനം എന്ന രൂപത്തിൽ നിന്ന് വിളിക്കാൻ തയ്യായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ചില വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ്. കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ശ്രീ ജോൺ മുണ്ടക്കയം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിൽ സോളാർ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ LDF നിയോഗിച്ചതനുസരിച്ച് ഞാൻ UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശ ധാരണയുണ്ടായി സമരം പിൻവലിക്കാൻ ഇടയായത് എന്ന പരാമർശമാണ് ശ്രീ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ ആ ലേഖനത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, സമരം അവസാനിക്കുന്നു, അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ രാവിലെ തന്നെ പരന്നിരുന്നു. ശ്രീ തോമസ് ഐസക് കൺട്രോൾമെന്റ് ഗേറ്റിലും ഞാൻ ട്രിവാൻഡ്രം ഹോട്ടലിന് സമീപമുള്ള സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റിലും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ രാജിയില്ലാതെ ഒരു തരത്തിലും ഈ സമരം പിൻവലിക്കില്ല എന്ന് വളരെ ആവേശത്തോടെ തീവ്രമായ വികാരത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സർ അസീസേറ്റിന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് കുറിപ്പ് ലഭിക്കുന്നത്. പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന് അടിയന്തരമായി AKG സെന്ററിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചു. അങ്ങനെ സബ്ജക്റ്റിൽ ഞാൻ പ്രസംഗം നിർത്തുകയായിരുന്നു. AKG സെന്ററിൽ ചെല്ലാനുള്ള നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് RSPയിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചുകൊണ്ട് നിന്ന് ഞാൻ എന്റെ പ്രസംഗം തിരുവനന്തപുരം തെക്കേ ഗേറ്റിൽ ട്രിവാൻഡ്രം ഹോട്ടലിന് സമീപമുള്ള ഗേറ്റിന് സമീപമുള്ള പ്രസംഗം നിർത്തി. ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സർ A അസീസിനോടൊപ്പം ഞങ്ങൾ നേരെ AKG സെന്ററിൽ ചെല്ലുന്നു. AKG സെന്ററിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് സമരം അവസാനിപ്പിച്ച തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ദൃശ്യമാധ്യമത്തിലൂടെ കാണാൻ വേണ്ടിയിട്ടുള്ള ടെലിവിഷൻ സെറ്റ് അടക്കം LDF യോഗം ചേരുന്ന മുറിയിൽ ക്രമീകരിച്ചു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കാണാൻ വേണ്ടി LDFന്റെ നേതാക്കളൊക്കെ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാനും ഞങ്ങളുടെ പാർട്ടി പ്രതിനിധിയായിട്ടുള്ള പാർട്ടി പ്രതിനിധികൾ ASCന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ സാഹചര്യങ്ങളാകെ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കാമെന്ന് ഗവൺമെന്റ് സംബന്ധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പത്രസമ്മേളനം കണ്ടതിന് ശേഷം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് പൊതുവായി നിർദ്ദേശം വന്നത്. പത്രസമ്മേളനം നടന്നു. മുഖ്യമന്ത്രി ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ചർച്ചകളിലാണ് ഒരു പൊതുസമവായത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാനുള്ള തീരുമാനം ഔപചാരികമായി എടുത്തത്. ഇതാണ് വസ്തുത. നിർഭാഗ്യവശാൽ അതിൽ എന്റെ പേര് പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും, കാരണം അങ്ങനെ UDF നേതൃത്വവുമായി ഒരു ലൈസോൺ ബന്ധം ഉണ്ടായിരുന്നയാളല്ല ഞാൻ. LDFന്റെ ശക്തനായ വക്താവായി പ്രചരണ രംഗത്തും പ്രക്ഷോഭ രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ LDFന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഗവൺമെന്റുമായിട്ടോ UDFന്റെ പ്രവർത്തികളുമായിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു തരത്തിലുള്ള ഇടപെടലും ചർച്ചയും നടത്തിയിട്ടില്ല. അങ്ങനെ LDF ചർച്ച നടത്താൻ വേണ്ടി നിയോഗിച്ചിട്ടുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം വന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഒരുപക്ഷെ ശ്രീ ജോൺ മുണ്ടക്കയത്തിന് ആരെങ്കിലും തെറ്റായി ഫീൽ ചെയ്തിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. പക്ഷെ അദ്ദേഹം വളരെ നേരത്തെ ഈ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് ഞാനുമായി സംസാരിച്ചിരുന്നു. ഈ സമരത്തിന്റെ വിശദാംശങ്ങൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു,
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോൺ ബ്രിട്ടാസ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നതിനെന്ന് എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് സമരം അവസാനിപ്പിക്കാൻ ഇടയായിട്ടുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഒരു ധാരണയും ഒരു വ്യക്തതയും ആ സമരമുഖത്ത് മുഴുവൻ സമയ പ്രവർത്തകനായി തുടക്കം മുതൽ അതിന്റെ നേതൃപരമായ നിലയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അവസാനിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലം, സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെ സംബന്ധിച്ച് എനിക്ക് ഒരു അറിവുമില്ല, ഒരു ധാരണയുമില്ല, ഒരു തരത്തിലുള്ള ദൗത്യവും എന്നെ ഏൽപ്പിച്ചിരുന്നുമില്ല. എന്നാൽ ഒരു കാര്യം ശരിയാണ്, LDF യോഗത്തിന് ശേഷം അതിനുശേഷം നടന്ന യോഗങ്ങളിൽ അന്ന് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ മുമ്പാകെയുള്ള ടേംസ് ഓഫ് റെഫറൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ടേംസ് ഓഫ് റെഫറൻസ് തയ്യാറാക്കിയത് ഞാനാണ്. അത് LDF എന്നെ നിയോഗിച്ചതനുസരിച്ച് ഞാൻ തന്നെയാണ് അത് തയ്യാറാക്കി LDF യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അംഗീകരിച്ചിട്ടാണ് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറി മുഖാന്തരം ആ ടേംസ് ഓഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള രേഖ കൈമാറുന്നത്. അല്ലാതെ ഒരു തരത്തിലും ഗവൺമെന്റുമായിട്ടോ ഗവൺമെന്റ് ഏജൻസികളുമായിട്ടോ UDF നേതാക്കളുമായിട്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഒരു തരത്തിലുള്ള ഇടപെടലും അന്ന് സമരമുഖത്ത് നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ തന്നെ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് അറിയുന്നത് ഞാൻ ആ പ്രക്ഷോഭ രംഗത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ്. സത്യത്തിൽ പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം പ്രസംഗം അവസാനിപ്പിച്ച് അടിയന്തരമായി AKG സെന്ററിലെത്താൻ ആവശ്യപ്പെടുന്നതും അങ്ങനെ അവിടെ എത്തിച്ചേരുന്നതും ഈ സംഭവങ്ങൾക്ക് സാക്ഷിയാകുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും AKG സെന്ററിൽ നിന്ന് ഇറങ്ങി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നാണ് സെക്രട്ടേറിയറ്റ് നടയിലെത്തി സമരം അവസാനിപ്പിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും സമരത്തിന് നേതൃത്വം കൊടുത്തയാളെന്ന നിലയിലും ഒറ്റ പ്രസംഗം, ആ വിശദീകരണ പ്രസംഗത്തിലൂടെയാണ് സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്നത്. ഇതാണ് ഇതിന്റെ നിജസ്ഥിതി. ഇന്നലെയും ഇന്നുമായി നിരവധി മാധ്യമ പ്രവർത്തകർ നിരന്തരം കാണണം, പ്രതികരണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിപ്പിച്ച് ഈ കാര്യം എല്ലാവരോടും ഒരുമിച്ചായി വ്യക്തമാക്കാൻ, വിശദീകരിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എനിക്ക് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് പ്രതികരിക്കാൻ. ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി ചർച്ച നടത്തുന്നതാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ജോൺ ബ്രിട്ടൊക്കെ പറഞ്ഞതല്ലാതെ താങ്കളെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയാം? യാതൊരു ഒരറിവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇടനിലക്കാരായിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഇടനില എന്ന് പറയാൻ കഴിയുമോ? എന്റെ അഭിപ്രായത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഡി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകും. ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു ഡീൽ ഉണ്ടാവുക. ഒരു സമരമാകുമ്പോൾ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടലും രണ്ട് ഭാഗത്തും നിൽക്കുന്നവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ചർച്ചകൾ നടത്തുമ്പോൾ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിലാണ് അതിന് വാർത്താ പ്രാധാന്യമുള്ളത്, ഗൗരവമുള്ളത്. ഇവിടെ അങ്ങനെ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിലുള്ള ഒരു ആക്ഷേപം, ആരോപണം ഇതേവരെ ആരും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പൊതുമണ്ഡലത്തിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ആരും പ്രത്യക്ഷമായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഞാൻ അതാരും പരസ്യമായി ഇന്നേ വരെ ഔപചാരികമായി ആ കാര്യത്തെ സംബന്ധിച്ച് ആരും പറഞ്ഞിട്ടില്ല. സ്ഥിരീകരിക്കുന്ന നിലയിലുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡീൽ ഉണ്ടാകണമെങ്കിൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകണം. കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുമ്പോൾ കേരളം കണ്ട അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം, ആ സമരം ആരംഭിച്ചതിന്റെ മുദ്രാവാക്യം മുഖ്യമന്ത്രിയുടെ രാജി. അങ്ങനെ ഒരു സർക്കാരിനെ താഴെയിടാൻ മാത്രം ശേഷിയുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ വരുന്നു, രാപ്പകലിൽ നീങ്ങുന്നു. 1.5 ദിവസം കൊണ്ട് സമരം അവസാനിക്കും. ഈ 1.5 ദിവസം കൊണ്ട് സമരം അവസാനിക്കാൻ കാരണമായിട്ടുള്ളത് ഈ ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് അതിന് മുമ്പേ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞതാണ് ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. അപ്പൊ ഒരു സമരം അവസാനിക്കാൻ മാത്രമുള്ള ഒരു കാരണമില്ല എന്ന് അന്ന് തന്നെ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ ഈ ഡീല് പുറത്തു വന്നിട്ടുള്ളത് ശരിയായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ഡീലിന്റെ പുറത്തായിരിക്കില്ല ഇത്തരത്തിലൊരു സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതായാലും തയ്യാറായിട്ടുണ്ടാവില്ല. അത് സർക്കാർ അതിന് വഴങ്ങിയിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് പ്രതിപക്ഷം പിന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ പുറത്തായിരിക്കുക എന്നൊക്കെയാണ് സംശയം. സർക്കാർ വഴങ്ങിയില്ലല്ലോ. സമരത്തിന്റെ ഡിമാൻഡ് എന്തായിരുന്നു? സമരത്തിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ്
മുഖ്യമന്ത്രിയുടെ രാജി വെച്ചതിന് ശേഷം ജുഡീഷ്യൽ അന്വേഷണമായി. ജുഡീഷ്യൽ അന്വേഷണം വളരെ അഡ്വാൻസ് ആയി തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു, നിയമസഭയിൽ പോലും പറഞ്ഞതാണ്. പക്ഷെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുഖ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് മറ്റൊരു തീർപ്പില്ല. പിന്നെ ഇവിടെ ഗവൺമെന്റ് വഴങ്ങിയത് സമര പരാജയമായിരുന്നു. അത് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. സമരത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ സമരത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഉമ്മൻചാണ്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രതിലോമകരമായ പ്രചാര പ്രവർത്തനം നടത്തുന്നതിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ ആ സമരത്തിന് പ്രക്ഷോഭത്തിന് കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. 2014 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനമുണ്ടായി. കാരണം ഇത്രയധികം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വൻപിച്ച ജനകീയ പ്രക്ഷോഭം നടത്തി എന്ന് പറയുന്നത് എത്ര ദിവസമാണ് വാർത്തകളിൽ നടന്നത്. പ്രകാശ് കാരാട്ട് അടക്കം മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ അടക്കമുള്ള നേതാക്കന്മാർ, ഫോർവേഡ് ബ്ലോക്കിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, RSPയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ദേശീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തലസ്ഥാന നഗരി ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. ആ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയ നേട്ടം CPM-നും LDF-നും ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആ സമരത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം വളരെ നേരത്തെ തന്നെ ഗവൺമെന്റ്, അതുകൊണ്ടാണല്ലോ തോമസ് ഐസക് അപ്പൊ തന്നെ പറഞ്ഞത് സമരം അവസാനിപ്പിക്കുന്നു എന്ന്. ചോളത്തെറ്റ് തോമസ് ഐസക്കിനോട് പറയുമ്പോൾ മൈക്കിലൂടെ കേൾക്കുന്നു, ഓൺ റെക്കോർഡിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഗതികൾ നടക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരു സമരം അവസാനിക്കില്ല എന്ന് അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നുണ്ട്. ഞാനും സമാന സ്വഭാവത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. അപ്പോൾ പെട്ടെന്നായിരുന്നു സമരം അവസാനിപ്പിച്ചത്. ഉമ്മൻചാണ്ടി രാജിവെക്കാൻ തയ്യാറായില്ല, അപ്പോൾ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അതെന്തായിരുന്നു പെട്ടെന്ന് സമരം അവസാനിപ്പിക്കാനുണ്ടായ കാര്യം? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ജുഡീഷ്യൽ അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, പരസ്യമായി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ആ നിർദ്ദേശമാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം പ്രധാനമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഡിമാൻഡും കൂടി വന്നു. അതിന് ഗവൺമെന്റ് സമ്മതിച്ചു. അതിനുശേഷമാണ് ചീഫ് സെക്രട്ടറി തന്നെയാണ് LDF കൺവീനർക്ക് കത്ത് കൊടുത്തത്. ഈ സോളാർ കേസുമായി അന്വേഷണ വിഷയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള LDF-ന്റെ നിർദ്ദേശങ്ങൾ രേഖാമൂലം സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി LDF കൺവീനർക്ക് കത്ത് നൽകി. ആ കത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി LDF യോഗം ചേർന്നപ്പോഴാണ്, ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചു. ഞാൻ തന്നെയാണ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. വീണ്ടും അതൊരു സബ് കമ്മിറ്റി, ഞാൻ മേഘവാൽ ഉൾപ്പെടെയുള്ള ഒരു സബ് കമ്മിറ്റി പരിശോധിച്ചു. അത് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് അംഗീകരിച്ചിട്ടാണ് ഗവൺമെന്റ് കൊടുത്ത്, ഗവൺമെന്റ് മാത്രം അത് കമ്മീഷൻ കൊടുത്തത്. അത് മുഴുവൻ ഗവൺമെന്റ് അംഗീകരിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗവൺമെന്റ് 27 ഖണ്ഡിക ഉണ്ടായിരുന്നു ആ ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുന്ന വിഷയവുമായി. അത് മുഴുവൻ ഗവൺമെന്റ് അംഗീകരിച്ചു. ആ തരത്തിൽ വേണമെങ്കിൽ പറയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സഹായകരമായി സമരമുണ്ട് എന്ന് വേണമെങ്കിൽ സമരത്തെ സംബന്ധിച്ച് അവകാശപ്പെടാൻ കഴിയും. പക്ഷെ ബേസിക് പ്രൈം ഡിമാൻഡ് ഇതൊന്നുമായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് മറ്റൊരു വിഷയവും ഇല്ല എന്ന നിലയിൽ തന്നെയാണ് സമരം തുടങ്ങിയത്. അവസാന ഘട്ടം വരെ നിന്നത് അങ്ങനെയാണ്. പെട്ടെന്ന് ഇങ്ങനെ മാറാൻ അല്ലെങ്കിൽ മാറ്റുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പല സാങ്കേതികമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിലേതെങ്കിലും തരത്തിലുള്ള ഡീൽ, ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള അവിഹിതമായ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നതായി ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഞാനത് വളരെ ഫാക്ച്വൽ ആയിട്ടാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ ഇതിനകം തന്നെ പുറത്ത് വരുമായിരുന്നു. അല്ല, അതിനകത്തൊരു സംശയം വരുന്നത് ഇപ്പോൾ LDF ആണ് ഈ സമരത്തിലേക്ക് പോയത്, CPM അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം സമരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ സമരത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് LDF-നകത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. അപ്പോൾ ആ സമരം അതിൽ നിന്ന് പിന്മാറി, അത്തരം ആവശ്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറി വളരെ പെട്ടെന്ന് അസ്വാഭാവികമായി ആ സമരം അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണിക്കകത്തുള്ള താങ്കളടക്കമുള്ള ആളുകൾ ചോദിച്ചിട്ടില്ലേ? അതോ ഇങ്ങനെ ഇപ്പോൾ താങ്കൾ നൽകിയൊരു വിശദീകരണമുണ്ട്, അതായത് ഇങ്ങനെ ആയിരിക്കാം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെട്ടത് കൊണ്ടായിരിക്കാം, അങ്ങനെ അതൊരു അസംഷൻ മാത്രമാണല്ലോ. അപ്പോൾ അത് CPM ബോധ്യപ്പെടുത്തിയിരുന്നു. 2-3 കാര്യങ്ങൾ. ഇപ്പോ ഒന്ന്, സമരത്തിന് നേതൃത്വം കൊടുത്തതാരായ LDF എന്നൊക്കെ പറയുന്നെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത 90% CPM കേഡേഴ്സാണ്. സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് സത്യത്തിൽ അതിന്റെ ഏറ്റവും വലിയ കോർ ഫോഴ്സ് എന്ന് പറയുന്നത് CPM. അത് എനിക്കറിയാം.
ഞാൻ ആ സമരത്തിൽ മുഴുവൻ സമയം നേതൃപരമായ പങ്കുവഹിച്ചതാണ്. ആ തിരുവനന്തപുരത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു വലിയ പ്രക്ഷോഭം കണ്ടിട്ടില്ല. ആ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റിൽ വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ഉശിരൻ മുദ്രാവാക്യത്തോടു കൂടി ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ണൂർ ജില്ലയിലെ സഹാക്കളായിരുന്നു. അതിശക്തമായിട്ടുള്ള സമരമായിരുന്നു. അപ്പൊ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി CPM ആണ്. അവരാണ് ഈ മുഴുവൻ മൊബിലൈസും ഈ പറഞ്ഞ ഫോഴ്സിനെ മൊബിലൈസ് ചെയ്ത് നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. അവര് സ്വാഭാവികമായും LDF യോഗം ചേർന്നിട്ട് CPM സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. അവരുടെ ഒരു ആലോചനയിൽ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ CPI-യുമായിട്ട് അവർ ആശയവിനിമയം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് LDF-ന്റെ യോഗം ചേരുന്നതും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുന്നതും വീണ്ടും യോഗം ചേർന്നിട്ടാണ് ഈ കാര്യത്തെ സംബന്ധിച്ചൊരു പൊതുധാരണ ഉണ്ടാകുന്നത്. അപ്പൊ RSP-യെ പോലെ അല്ലെങ്കിൽ CPI പോലെയുള്ള ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു സമരം നടത്തിക്കൊണ്ട് പോകുന്നതിന് നേതൃപരമായ പങ്കുവഹിക്കുന്ന പാർട്ടി എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരാണെന്ന് നയിക്കേണ്ടത്. അതിന്റെ ബുദ്ധിമുട്ട്, അതിന്റെ പ്രയാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സ്വാഭാവികമായും CPM ഈ കാര്യത്തിൽ ഒരു പൊതു നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി സെക്രട്ടറിയുമായി കേസിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഏതാണ്ട് തീരുമാനം എടുത്തിരുന്നു. TV വെച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടോ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയതിനു ശേഷം അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് തന്നെ ഞാൻ പറഞ്ഞാൽ വളരെ വ്യക്തമായി കൃത്യമായി നടന്ന സംഭവം വളരെ ഫാക്ച്വലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തൊരു നിഗമനമാണ് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായി ചർച്ച നടന്നിട്ടുണ്ടാകുമല്ലോ. ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസരം പറയും. നേരത്തെ ആലോചനകളും ചർച്ചകളും നടന്നിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മുഖ്യമന്ത്രി പത്രസമ്മേളനം 11 മണിക്ക് പത്രസമ്മേളനം നടത്തി പരസ്യമായി ഈ കാര്യം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. അത് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. അത് ഏതൊരു സമരത്തിലും നടക്കും. ഞാനതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശപ്പെട്ട കാര്യമായി കാണുന്നില്ല. അത് രണ്ട് ഭാഗത്തും നിൽക്കുന്നവർ. ഒരു സമരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സമരം ചെയ്യുന്നവരും ആർക്കെതിരായിട്ടാണ് അവരെ തമ്മിൽ ആലോചനകൾ നടത്താൻ എങ്ങനെ പരിഹരിക്കാം ഒരു വിഷയം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ആലോചനകളും ചർച്ചകളും നടക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അതിൽ അവിഹിതമായ മറ്റെന്തെങ്കിലും ഇടപെടൽ, കൊടുക്കൽ വാങ്ങൽ, അതാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടോ ഉള്ള കൊടുക്കൽ വാങ്ങൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം ഗൗരവമുള്ളതാണ്. സമരത്തെ കുരുതി കൊടുത്തു അല്ലെങ്കിൽ ഈ തരത്തിൽ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ സമരത്തിന്റെ ജയാപജയങ്ങളെ സംബന്ധിച്ചൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം ഒരു സമരവും അങ്ങനെ പൂർണ്ണമായി വിജയിക്കണമെന്നില്ല. പൂർണ്ണമായും വിജയിച്ചു എന്ന് ഒരിക്കലും ഈ സമരത്തെ സംബന്ധിച്ച് അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയമായ നേട്ടം CPM-നും LDF-നും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ആ സമരവുമായി ബന്ധപ്പെട്ടും ഉണ്ടായി എന്ന് തന്നെയാണ് എന്റെ വ്യക്തിഗതമായിട്ടുള്ള കാര്യം. ഈ CPM ഈ സമരത്തിന്റെ മുഖ്യശക്തി DS ആയിരുന്നു. അത് പാർട്ടിക്ക് അതിനകത്ത് താല്പര്യമില്ലായിരുന്നു. അറിയാലോ, CPM-നെ പോലൊരു പാർട്ടിയിൽ VS ആയാലും പിണറായി വിജയനായാലും പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് അപ്പുറത്ത് അതിനകത്ത് ആർക്കും കാര്യമായിട്ടുള്ള സൈല പാർട്ടി തീരുമാനം തന്നെയായിരുന്നു. VS-ന്റെ പിടിവാശിയാണെന്ന ചില വ്യാഖ്യാനങ്ങളിൽ ഈ ചെറിയ അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ആ മുന്നണിയുടെ ഭാഗമായി നിന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളെന്ന നിലയിൽ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നതിനോട് എനിക്കൊരു യോജിപ്പും ഇല്ല. സമരം കൂട്ടായ നേതൃത്വത്തിലായിരുന്നു. VS-ഉം അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയൻ അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം ചേർന്നാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. ഇത് സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യക്തിഗതമായി ഉണ്ടായേക്കാം. അതൊക്കെ വേറെ പ്രശ്നം. പക്ഷേ LDF യോഗം ചേർന്ന് തീരുമാനിച്ചപ്പോൾ അതിനകത്ത് RSP ഒരു കക്ഷിയാണ്. ഞങ്ങളും കൂടി എടുത്ത തീരുമാനമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിന്റെ ശരിതെറ്റുകളൊക്കെ ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമരം അവസാനിപ്പിച്ച രീതിയോടും ശൈലിയോടും അല്ലെങ്കിൽ അത്തരത്തിലൊരു സമരം ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യത്തെ സംബന്ധിച്ച് ധാരണ ഉണ്ടാകും. പക്ഷേ അങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായി നടന്നു. ആ സമരം പിൻവലിച്ചു. അതിന്റെ ജയാപജയങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡീൽ ഉണ്ടെങ്കിൽ അത് ഗൗരവമുള്ളതാണ്. അങ്ങനെ ഒരു ഡീൽ ഉള്ളതായിട്ടും നമ്മുടെ അവരുടെ ശ്രദ്ധേയമാണ്. ഈ സമരം അക്രമാസക്തമാവും, വലിയ പ്രസ്ഥാനം വലിയ പ്രതികളമാകുന്ന തോന്നിയ ഘട്ടത്തിലാണ് ചർച്ച ഇരുകൂട്ടരും നടത്തിയത്. അങ്ങനെയായിട്ട് ആള് കൂടിയത് പ്രശ്നമായി. ആള് കൂടിയത് ആളെ തീരുമാനിച്ചിട്ടല്ലേ. ഓരോ സ്ഥലത്തും ഓരോ ഗേറ്റിലും പങ്കെടുക്കേണ്ടുന്ന ജില്ലകൾ, അതിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന ആൾക്കാർ, അതെല്ലാം കൃത്യമായി തീരുമാനിച്ച് വളരെ ചിട്ടയോടുകൂടി നടന്ന സമരമാണ്. തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ
ഇത്രയധികം ആൾക്കാരെ മൊബിലൈസ് ചെയ്തൊരു സമരം നടത്താൻ പ്രായോഗികമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അതാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതിനകത്ത് വരികളിൽ കൃത്യമായിട്ടുണ്ട്. കാരണം CPM-ന്റെ ഒരു കോർ ഫോഴ്സാണ് ഈ സമരത്തിലെ പ്രധാനപ്പെട്ട ശക്തി. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ എല്ലാം പ്രവർത്തകർ വന്നെങ്കിൽ പോലും ചങ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് CPM-ന്റെതാണ്. അപ്പൊ ആ പാർട്ടിയാണ് ആ കാര്യത്തിൽ കൃത്യമായി എത്ര കാലം അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ ആലോചിച്ച് അവർ പ്രായോഗികമായിട്ടുള്ള വശങ്ങൾ കൂടി പരിഗണിച്ചിട്ടായിരിക്കാം ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. LDF ആ നിർദ്ദേശത്തെ അംഗീകരിച്ച് പൂർണ്ണമായും ഒരു സമവായത്തോടു കൂടി തന്നെ ആ സമരം അവസാനിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട 2 പേർക്ക് രക്തസാക്ഷികളുണ്ടോയെന്ന് ഞാൻ പറഞ്ഞു. അതിലിപ്പോ എല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. കാരണം പാനൂരിൽ ബോംബ് നിർമ്മാണം നടന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും CPM വ്യക്തമായ ഒരു വിശദീകരണം ആ കാര്യത്തിൽ നൽകി. CPM നേതൃത്വത്തിന്റെ അറിവോടും അവരുടെ കൃത്യമായ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മലബാർ മേഖലയിൽ നടക്കുന്നത്. അന്ന് മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയതിനെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമല്ലേ. ഒരാൾ മരിക്കുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ പോകുന്നു. രക്തസാക്ഷി മണ്ഡപം പണിയുമ്പോൾ കുറെ കൂടി സ്ഥിരീകരിക്കപ്പെടുന്നു. ഇതാണ് CPM-ന്റെ പൊതുശൈലി, പൊതുരീതി. അത് നല്ലതുപോലെ അതിന്റെയൊക്കെ പ്രതികരണം തീർച്ചയായിട്ടും വടകര തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നു. ഈ അക്രമോത്സുക രാഷ്ട്രീയത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, അതാണ് ഏറ്റവും വലിയ വിചിത്രം. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നു, അവരുടെ പാർട്ടി പ്രവർത്തകർ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സംസ്ഥാനത്തിന്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ഈ പോലീസ് സംവിധാനവും ഭരണ സംവിധാനവും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പിനെ അക്രമോത്സുകമാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ പരിണത ഫലമായിട്ട് തന്നെയാണ് ആ വടകരയിലൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച ബോംബ് തന്നെയാണ് പൊട്ടിത്തെറിച്ച് ഒരു പാർട്ടി സഖാവ് തന്നെ ഭരിക്കുന്ന സ്ഥിതി വന്നത്. ഈ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ ഉയർന്നു വരുമ്പോൾ തീർച്ചയായും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് വിശ്വാസം. രക്തസാക്ഷി മണ്ഡപം പണിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനപ്പുറമുള്ള ഒരു തെളിവ് വേണ്ടല്ലോ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് തന്നെയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി.